Welcome to Technical Education Series program on electronic devices and circuits. In the 16th session of this program, we are discussing on part 3 of module 4, multivibrators. In this session, we will cover the topics astable multivibrators, monostable multivibrators, and bistable multivibrators. Multivibrators. സൈൻ വേവ് ഓസിലേറ്ററുകളെ കുറിച്ചായിരുന്നു നാം ഇതുവരെ പ്രതിപാദിച്ചിരുന്നത്. ഈ ഓസിലേറ്ററുകൾ ഉപയോഗിച്ച് സൈൻ തരംഗങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. എന്നാൽ നമുക്ക് സ്ക്വയർ വേവ്, റെക്ടാങ്കുലർ വേവ്, സോട്ടൂത്ത് വേവ് തുടങ്ങിയ മറ്റു രൂപത്തിലുള്ള തരംഗങ്ങൾ ആവശ്യമായി വരുന്ന അവസരങ്ങൾ നിരവധിയാണ്. ഇങ്ങനെ നോൺ സിനുസോയിഡൽ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളെയാണ് മൾട്ടിവൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. The electronic circuit which are used to generate non-sinusoidal waveform are called multivibrators. ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോ സ്റ്റേജിന്റെയും ഔട്ട്പുട്ട് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് ലഭിക്കത്തക്ക വിധം പരസ്പരം ഫീഡ്ബാക്ക് ചെയ്യപ്പെട്ട രണ്ട് സ്റ്റേജുകൾ ഉൾപ്പെട്ട ഒരു ആംപ്ലിഫയർ ആണ് മൾട്ടിവൈബ്രേറ്ററിന്റെ അടിസ്ഥാന ഘടന. ഇവിടെ ഒരു സ്റ്റേജിലെ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അവസ്ഥയിലേക്ക് നീങ്ങേണ്ട രൂപത്തിലാണ് ഫീഡ്ബാക്ക് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഏതൊരു സമയത്തും ഒരു ട്രാൻസിസ്റ്റർ ഓൺ അവസ്ഥയിലും രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓഫ് അവസ്ഥയിലുമായിരിക്കും. എന്നാൽ സർക്യൂട്ട് ഡിസൈൻ ആശ്രയിച്ച് അല്പസമയത്തിനു ശേഷം ഈ രണ്ട് സ്റ്റേജുകളുടെയും അവസ്ഥകൾ പരസ്പരം മാറുകയും ഓൺ അവസ്ഥയിലുള്ള ട്രാൻസിസ്റ്റർ ഓഫ് അവസ്ഥയിലേക്കും ഓഫ് അവസ്ഥയിലുള്ള ട്രാൻസിസ്റ്റർ ഓൺ അവസ്ഥയിലേക്കും മാറുന്നതാണ്. അതിനാൽ ഒരു മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടിന് സാധ്യമായ രണ്ട് അവസ്ഥകൾ മാത്രമേ ഉണ്ടാവൂ. ഒന്നാമത്തെ അവസ്ഥ ട്രാൻസിസ്റ്റർ 1 ഓൺ, ട്രാൻസിസ്റ്റർ 2 ഓഫ് എന്നതും രണ്ടാമത്തെ അവസ്ഥ ട്രാൻസിസ്റ്റർ 1 ഓഫ്, ട്രാൻസിസ്റ്റർ 2 ഓൺ എന്ന അവസ്ഥയും. Multivibrators are basically two-stage amplifier with the output of one stage is fed back to the input of the other as represented in the block diagram shown in figure above. The feedback from one stage to the other is so arranged that when the transistor in the first stage is driven to cutoff, transistor in the other stage is driven to saturation. Thus, at any particular instant of time, one transistor is on and the other is off. After a definite interval of time, depending on the circuit design and constants, the two stages reverse their condition. The stage which was off will now be on, and that which was on now will be off. Thus, multivibrators have two possible states. One, Q1 on, Q2 off. Second, Q1 off, Q2 on. Next, classification. ഒരു മൾട്ടി വൈബ്രേറ്ററിന് സാധ്യമായ രണ്ട് അവസ്ഥകൾ മാത്രമാണ് ഉള്ളതെന്നും ഒരു അവസ്ഥയിൽ നിന്നും രണ്ടാമത്തെ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഈ അവസ്ഥ മാറ്റം ഏത് രൂപത്തിൽ നടക്കും എന്നതിനെ അടിസ്ഥാനമാക്കി മൾട്ടി വൈബ്രേറ്ററുകളെ മൂന്നായി തരം തിരിക്കാവുന്നതാണ്. Depending on the manner of interchange of states, multivibrators can be classified as astable multivibrator, monostable multivibrator, and bistable multivibrator. Astable multivibrator. മൾട്ടിവൈബ്രേറ്ററിലെ സാധ്യമായ രണ്ടവസ്ഥയിലും സ്ഥിരമായി നിൽക്കാതെ സർക്യൂട്ട് ഘടകങ്ങൾ തീരുമാനിക്കുന്ന ഒരു നിശ്ചിത സമയത്തിനു ശേഷം താനെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള മൾട്ടി വൈബ്രേറ്റർ ആണ് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. പുറമേ നിന്ന് എനർജി പൾസ് നൽകാതെ തന്നെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്റർ എന്നും പറയാറുണ്ട്. Astable multivibrator has no stable state.
in which the two states change automatically and remain in each state for a time dependent upon the circuit constants. Thus, it is an oscillator which does not require any external pulse for its operation, but does requires only DC power. Due to this reason, a stable multivibrator is also called free running multivibrator. ഒരു ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് സജ്ജീകരണമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഈ സർക്യൂട്ട് Q1, Q2 എന്നീ രണ്ട് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ട് സ്റ്റേജുകളുള്ള ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഇവിടെ തുല്യ മൂല്യമുള്ള C1, C2 എന്നീ കപ്പാസിറ്ററുകൾ വഴി യഥാക്രമം Q1 ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കും Q2 ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ രണ്ട് ട്രാൻസിസ്റ്ററിലും ഉപയോഗിക്കുന്ന ബയാസിംഗ് റെസിസ്റ്ററുകളുടെ മൂല്യങ്ങളും തുല്യമായിരിക്കും. ഇവിടെ RC1 is equal to RC2, RB1 is equal to RB2. Figure shows the circuit arrangement of an astable multivibrator. It is basically a two-stage RC coupled amplifier in which the output of one stage is coupled to the input of the other stage through capacitor C1 and C2. In the circuit, transistors Q1 and Q2 are identical with RC1 is equal to RC2 and RB1 is equal to RB2. Operation. പവർ ഓൺ ചെയ്യുമ്പോൾ സ്വഭാവ വിശേഷണങ്ങളിലെ നേരിയ വ്യത്യാസം മൂലം ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ രണ്ടാമത്തേതിനേക്കാൾ മുമ്പേ കണ്ടക്ട് ചെയ്തു തുടങ്ങും. ഇവിടെ Q1 ആദ്യം കണ്ടക്ട് ചെയ്തു തുടങ്ങുന്നു എന്ന് കരുതിയാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറന്റ് വേഗത്തിൽ കൂടുന്നതും അതിനനുസൃതമായി അതിന്റെ കളക്ടർ വോൾട്ടേജ് കുറയുകയും ചെയ്യുന്നു. ഈ സമയം Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും C1 കപ്പാസിറ്റർ വഴി Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു നെഗറ്റീവ് സിഗ്നൽ അഥവാ കുറഞ്ഞു വരുന്ന വോൾട്ടേജ് ലഭ്യമാകുന്നതാണ്. ഈ നെഗറ്റീവ് വോൾട്ടേജ് കാരണം Q2 ട്രാൻസിസ്റ്ററിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഫോർവേഡ് ബയാസ് കുറയാൻ ഇടയാവുകയും ഇത് Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറന്റ് കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. കളക്ടർ കറന്റ് കുറയുമ്പോൾ Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് അനുസൃതമായി കൂടുകയും C2 കപ്പാസിറ്റർ വഴി Q1 ബേസിലേക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ അഥവാ കൂടി വരുന്ന വോൾട്ടേജ് നൽകുകയും ചെയ്യുന്നു. ഈ പോസിറ്റീവ് വോൾട്ടേജ് Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസ് ബയാസ് കൂടുന്നതിന് കാരണമാവുകയും Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറന്റ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ സമയം Q1 കളക്ടർ വോൾട്ടേജ് പെട്ടെന്ന് കുറയുകയും Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കൂടുതൽ നെഗറ്റീവ് വോൾട്ടേജ് നൽകുന്നതും അതിന്റെ കളക്ടർ കറന്റ് വീണ്ടും കുറയാൻ ഇടയാവുകയും ചെയ്യും. ഈ അനുക്രമ പ്രവർത്തനത്തിന്റെ ഫലമായി Q1 ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അവസ്ഥയിലേക്കും Q2 ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതാണ്. When power is switched on, one of the transistors start conducting before the other does because of the small difference within their characteristics. Suppose Q1 conducts first, the collector current of Q1 will therefore rise rapidly and results in a decrease of the collector voltage. This negative signal, that is decreasing collector voltage, is fed into the base of Q2 through capacitor C1. This decrease the forward bias on Q2 and also decrease its collector current. Therefore, collector voltage of Q2 start rising towards VCC. This positive signal, that is increasing collector voltage of Q2, goes to the base of Q1 through capacitor C2 and increases the forward bias on Q1. Hence,
Q1 conducts more heavily and its collector voltage drops more rapidly. This decreasing collector voltage coupled to the base of Q2 further decreases its collector current. This series of actions continue till circuit drives Q1 to saturation, that is on state, and Q2 to cutoff or off state. ഇവിടെ Q1 on Q2 off എന്ന അവസ്ഥയിൽ Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് ഏകദേശം പ്ലസ് VCCയും Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് 0.2നും 0.5നും ഇടയിലുള്ള ഒരു ലോ വോൾട്ടേജുമായിരിക്കും. അതേസമയം കപ്പാസിറ്റർ C1, കപ്പാസിറ്റർ C2 എന്നിവയിൽ നിക്ഷിപ്തമായിരിക്കുന്ന വോൾട്ടേജ് Q1, Q2 ട്രാൻസിസ്റ്ററുകളെ ഓൺ ഓഫ് അവസ്ഥയിൽ നിലനിർത്തുന്നതിന് പര്യാപ്തമായിരിക്കും. At this state, collector voltage of Q2 becomes approximately equal to plus VCC and collector voltage of Q1 at its minimum potential 0.2 volt to 0.5 volt. Also, the charges across C1 and C2 are sufficient to maintain the saturation and cutoff conditions at Q1 and Q2. ഈ സമയം കപ്പാസിറ്റർ C1 റെസിസ്റ്റർ RB2 വഴി ഡിസ്ചാർജ് ചെയ്തു തുടങ്ങുകയും കപ്പാസിറ്റർ C1ന് കുറുകെയുള്ള വോൾട്ടേജ് ട്രാൻസിസ്റ്റർ Q2വിന്റെ കട്ട് ഇൻ വോൾട്ടേജിലേക്ക് താഴുകയും ചെയ്യുന്നതോടെ ട്രാൻസിസ്റ്റർ Q2 ബേസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫോർവേഡ് ബയാസ് ഫലത്തിൽ വരികയും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ പ്രവർത്തനം ഇതുവരെ സംഭവിച്ചതിൽ നിന്നും നേർ വിപരീത ദിശയിലേക്ക് മാറുകയും Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നെഗറ്റീവ് സിഗ്നലും Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോസിറ്റീവ് സിഗ്നലും ലഭിക്കാനിടയാകുന്നു. ഇതോടെ ട്രാൻസിസ്റ്റർ Q1 കട്ട് ഓഫ് അവസ്ഥയിലേക്കും ട്രാൻസിസ്റ്റർ Q2 സാച്ചുറേഷൻ അവസ്ഥയിലേക്കും മാറുന്നതായിരിക്കും. നേരത്തെ ഓൺ സ്റ്റേറ്റിലായിരുന്ന ട്രാൻസിസ്റ്റർ Q1 ഇപ്പോൾ ഓഫ് സ്റ്റേറ്റിലേക്കും നേരത്തെ ഓഫ് സ്റ്റേറ്റിലായിരുന്ന ട്രാൻസിസ്റ്റർ Q2 ഇപ്പോൾ ഓൺ സ്റ്റേറ്റിലേക്കും എത്തിച്ചേരുന്നതാണ്. എന്നാൽ മാറി വന്ന ഈ അവസ്ഥയും സ്ഥിരമായ അവസ്ഥയല്ല. കപ്പാസിറ്റർ C റെസിസ്റ്റർ RB1 വഴി ഡിസ്ചാർജ് ചെയ്യുന്നതോടെ Q1 വീണ്ടും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നതും മുകളിൽ പറഞ്ഞതുപോലെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിരിക്കും. Now capacitor C1 discharges through RB2. When the voltage across C1 is reduced to almost cut-in level of Q2, it starts conduct. The action is now reversed that the collector voltage of Q2 start decreasing. Since this negative going signal, that is decreasing collector voltage, is coupled to the base of Q1 through C2, the forward bias on Q1 will be reduced and causes its collector current to decrease. The collector voltage of Q1 now start to increase. When this positive going signal, that is increasing collector voltage, is coupled to the base of Q2 through C1, it further increases the collector current of Q2 and hence reduces the collector voltage. As a result of these actions, transistor Q2 will be driven to on state or saturation state and Q1 to cut off or off state. This reversed on and off states persist till discharge of C2 reaches the cut-in level of Q1. This period of time is determined by the values of C2 and RB1. Astable multivibratoril
രണ്ട് ട്രാൻസിസ്റ്ററിന്റെ കലക്ടറിൽ നിന്നും ഔട്ട്പുട്ട് ലഭ്യമാകുന്നതാണ്. ഈ രണ്ട് ട്രാൻസിസ്റ്ററുകളും ഇടവിട്ട് ഓൺ ഓഫ് അവസ്ഥയിലാവുന്നത് കാരണം ഔട്ട്പുട്ടിൽ നിന്നും ലഭ്യമാകുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും. ഒരു ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിലെ രണ്ട് ട്രാൻസിസ്റ്ററിലെയും കലക്ടർ വോൾട്ടേജ്, ബേസ് വോൾട്ടേജ് എന്നിവയുടെ വേവ് ഫോം കാണിക്കുന്ന ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പവർ ഓൺ ചെയ്യുന്നതോടെ Q1 ട്രാൻസിസ്റ്റർ ആദ്യം കണ്ടക്ട് ചെയ്യുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ Q1 ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ വോൾട്ടേജ് 0.2 വോൾട്ടിനും 0.5 വോൾട്ടിനും താഴെയുള്ള ഒരു വോൾട്ടേജിലേക്ക് താഴുന്നതും Q2 കലക്ടർ വോൾട്ടേജ് VCCയിലേക്ക് ഉയരുന്നതും കാണാവുന്നതാണ്. ഈ സമയം Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് ഫോർവേഡ് ബയാസ് അവസ്ഥയിലും Q2 ബേസിന് കപ്പാസിറ്റർ C1ന് കുറുകെയുള്ള ഹൈ നെഗറ്റീവ് വോൾട്ടേജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ Q2 ബേസ് റിവേഴ്സ് ബയാസ് അവസ്ഥയിലുമായിരിക്കും. എന്നാൽ കപ്പാസിറ്റർ C1 റെസിസ്റ്റർ RB2 വഴി ഡിസ്ചാർജ് ചെയ്യുന്നതോടെ Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് കുറഞ്ഞു വരുന്നതാണ്. കപ്പാസിറ്റർ വോൾട്ടേജ് ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഇൻ വോൾട്ടേജിനേക്കാളും താഴെ വരുമ്പോൾ Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് ഫോർവേഡ് ബയാസ് തിരിച്ചു ലഭിക്കുന്നതും അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നതുമാണ്. ഇതോടെ ട്രാൻസിസ്റ്റർ Q2 ഓൺ സ്റ്റേറ്റിലേക്കും Q1 ഓഫ് സ്റ്റേറ്റിലേക്കും മാറുന്നതാണ്. ഈ സമയം Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് പോസിറ്റീവ് വോൾട്ടേജും Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിന് കപ്പാസിറ്റർ C2ന് കുറുകെയുള്ള ഹൈ നെഗറ്റീവ് വോൾട്ടേജും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനുശേഷം കപ്പാസിറ്റർ C2 റെസിസ്റ്റർ RB1 ബൈ ഡിസ്ചാർജ് ചെയ്ത് Q1 ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഇൻ വോൾട്ടേജിനേക്കാളും താഴെ വരുന്ന സമയം Q1 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലേക്കും Q2 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്കും തിരിച്ചു വരുന്നതാണ്. ഇതോടെ ഓസിലേഷന്റെ ഒരു സൈക്കിൾ പൂർത്തിയായി എന്ന് പറയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓസിലേഷന്റെ ഒരു സൈക്കിൾ T1, T2 എന്ന രണ്ട് ടൈം പീരിയഡ് ഉൾപ്പെട്ടതാണ്. T1 ട്രാൻസിസ്റ്റർ Q1 ഓഫ് Q2 ഓൺ അവസ്ഥയെ സൂചിപ്പിക്കുന്നതും T2 എന്നത് ട്രാൻസിസ്റ്റർ Q1 ഓൺ Q2 ഓഫ് അവസ്ഥയെ സൂചിപ്പിക്കുന്നതുമാണ്. T1, T2 എന്നിവയുടെ സമയദൈർഘ്യം കപ്പാസിറ്റർ C1, C2 എന്നിവയിലുള്ള ചാർജിനെ ആശ്രയിച്ചിരിക്കും. The output of multivibrator can be taken from the collector of either transistor. The output will be a square wave. The wave shape at the collector and the base of each transistor are shown in figure. Each cycle of the waveform consists of time period T1 and T2. The period T1 represents the duration for which the transistor Q1 is off and Q2 is on. Similarly, the time period T2 represents the duration for which Q1 is on and Q2 is off. Both time periods T1 and T2 depends upon charge of capacitors C1 and C2. ഇവിടെ T1 ടൈം പീരിയഡ് 0.694 C2 into RB1 ആണെന്നും T2 ടൈം പീരിയഡ് 0.694 C1 into RB2 ആണെന്നും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. T1 that is off time for Q1 and on time for Q2 is equal to 0.694 C2 into RB1. Then T2 that is off time for Q2 or on time for Q1 is equal to 0.694 C1 into RB2. Total period T is equal to T1 plus T2 that is equal to 0.694 into RB1 C2 plus RB2 C1. ഒരു ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിൽ നിന്നും സിമെട്രിക്കൽ സ്ക്വയർ വേവ് ലഭ്യമാകണമെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന RB1, RB2 എന്നീ റെസിസ്റ്ററുകളുടെയും C1, C2
എന്നീ കപ്പാസിറ്ററുകളുടെയും മൂല്യങ്ങൾ തുല്യമായിരിക്കണം. For symmetrical square wave, RB1 is equal to RB2 is equal to R, C1 is equal to C2 is equal to C, then T is equal to 0.694 into RC plus RC, that is equal to 1.4 RC. ഈ അടിസ്ഥാനത്തിൽ frequency of oscillation is given by F is equal to 1 by T, that is equal to 1 by 1.4 RC. ഒരു അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റർ ആർ, കപ്പാസിറ്റർ സി എന്നിവയുടെ മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ: സ്ക്വയർ വേവ് ജനറേറ്റർ, വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ, ക്ലോക്ക് ഫോർ ബൈനറി ലോജിക് സിഗ്നൽസ്, ഹൈ ഫ്രീക്വൻസി ഹാർമോണിക് ജനറേറ്റർ, wide range AF bar RF oscillator, digital voltmeter and SMPS. മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. സാധ്യമായ രണ്ട് അവസ്ഥകളിൽ ഒരവസ്ഥയിൽ മാത്രം സ്ഥിരമായി നിൽക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മൾട്ടി വൈബ്രേറ്ററുകളെയാണ് മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററുകൾ എന്ന് പറയുന്നത്. പുറമേ നിന്ന് ഒരു ട്രിഗർ പൾസ് നൽകി ഈ സർക്യൂട്ടിനെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കുമെങ്കിലും അല്പസമയത്തിന് ശേഷം ഇത് താനെ സ്ഥിരാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതും അടുത്ത ട്രിഗർ പൾസ് നൽകുന്നതുവരെ ഈ അവസ്ഥയിൽ തുടരുകയും ചെയ്യും. ഈ കാരണത്താൽ ഇത്തരം മൾട്ടി വൈബ്രേറ്ററുകളെ വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ എന്നും പറയാവുന്നതാണ്. മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് one stable state and one quasi-stable state. It remains in its stable state until an input pulse triggers it into its quasi-stable state. However, after a certain time, the circuit will automatically switch back to the original stable state and remains in this state until next trigger pulse is applied. Monostable multivibrator is also called one shot multivibrator or uni multivibrator. ഒരു മോണോസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് സജ്ജീകരണമാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ Q1, Q2 എന്നിവ സമാന സ്വഭാവ വിശേഷങ്ങളുള്ള ട്രാൻസിസ്റ്ററുകളും RC1, RC2 എന്നിവ തുല്യ മൂല്യമുള്ള റെസിസ്റ്ററുകളുമാണ്. റെസിസ്റ്റർ R1, R2, R3 എന്നിവ ട്രാൻസിസ്റ്ററുകൾക്ക് DC ബയാസിംഗ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഇവിടെ ബാറ്ററി VBBയും റെസിസ്റ്റർ R3യും ക്രമീകരിച്ചിരിക്കുന്നത് Q2 ട്രാൻസിസ്റ്ററിനെ കട്ട് ഓഫ് അവസ്ഥയിൽ നിലനിർത്തുന്ന വിധത്തിലാണ്. അതേസമയം VCCയും റെസിസ്റ്റർ R2വും Q1 ട്രാൻസിസ്റ്ററിനെ സാച്ചുറേഷൻ അവസ്ഥയിൽ നിലനിർത്തുന്നതാണ്. ഇവിടെ കപ്പാസിറ്റർ C1 Q2 ട്രാൻസിസ്റ്ററിന്റെ കലക്ടറിൽ നിന്നും Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുന്നതിനും കപ്പാസിറ്റർ C2 Q1 ബേസിലേക്ക് പുറമേ നിന്ന് ട്രിഗർ പൾസ് നൽകുന്നതിനും വേണ്ടിയുള്ളതാണ്. In the circuit shown in figure A, transistor Q1, Q2 are identical with equal RC1 is equal to RC2. Resistors R1, R2 and R3 are to provide necessary DC biasing to transistor. Here Q2 is kept at cutoff by providing a reverse bias at base through R3. The collector supply VCC and R2 forward bias Q1 and keep it at saturation. Capacitor C1 is to provide positive feedback from Q2 to Q1, whereas C2 is used to feed trigger pulse to Q1. Power on ചെയ്യുമ്പോൾ Q1 ട്രാൻസിസ്റ്റർ ഓൺ അവസ്ഥയിലും Q2 ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലുമായിരിക്കും. ഈ സമയം
C2 കപ്പാസിറ്റർ വഴി ബേസിലേക്ക് ഒരു നെഗറ്റീവ് പൾസ് നൽകുകയാണെങ്കിൽ Q1 ട്രാൻസിസ്റ്റർ റിവേഴ്സ് ബയാസ് അവസ്ഥയിലാവുകയും അതിന്റെ കളക്ടർ കറന്റ് കുറയുകയും ചെയ്യും. ഈ സമയം Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും കൂടുതൽ പോസിറ്റീവ് വോൾട്ടേജ് ലഭ്യമാകുന്നതാണ്. ഇതോടെ Q2 ട്രാൻസിസ്റ്റർ ബേസ് ഫോർവേഡ് ബയാസ് അവസ്ഥയിലേക്ക് വരുന്നതും ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നതുമാണ്. ഈ സമയം Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറന്റ് വർദ്ധിക്കുന്നതും ഇതിന്റെ കളക്ടർ വോൾട്ടേജ് കുറയുന്നതുമാണ്. ഈ സമയം Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നെഗറ്റീവ് വോൾട്ടേജ് ലഭ്യമാകുന്നതും ഈ നെഗറ്റീവ് വോൾട്ടേജ് Q1 ട്രാൻസിസ്റ്ററിന്റെ റിവേഴ്സ് ബയാസ് കൂടുന്നതിന് കാരണമാവുകയും അതിന്റെ കളക്ടർ കറന്റ് വീണ്ടും കുറയുകയും കൂടുതൽ പോസിറ്റീവ് വോൾട്ടേജ് Q2 ട്രാൻസിസ്റ്ററിലേക്ക് നൽകുന്നതുമായിരിക്കും. ഈ പ്രവർത്തനം വഴി Q1 ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലേക്കും Q2 ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതാണ്. ട്രാൻസിസ്റ്ററുകൾക്ക് കൈവന്ന Q1 ഓഫ് Q2 ഓൺ എന്ന ഈ അവസ്ഥ താൽക്കാലികമായിരിക്കും. When the circuit is switched on, transistor Q2 is cut off and Q1 is conducting. If a negative pulse is applied to the base of Q1 through C2, Q1 will be reverse biased and its collector current decreases. This makes the collector of Q1 more positive and the base of Q2 gets positive signal. Under such condition, Q2 is forward biased and start conducting. This makes the collector of Q2 negative since it is connected to the base of Q1 through C1. The base of Q1 becomes more negative. This further reducing the collector current of Q1. This sequence of events continues till Q1 is cut off and Q2 is turned on. But this state of two transistor is not stable. ഇവിടെ ട്രിഗർ പൾസ് നൽകിയപ്പോൾ കൈവന്നിരിക്കുന്ന Q1 ഓഫ് Q2 ഓൺ എന്ന അവസ്ഥ നിലനിൽക്കുന്നത് കപ്പാസിറ്റർ C1 റെസിസ്റ്റർ R2 വഴി ഡിസ്ചാർജ് ചെയ്ത് C1ന് കുറുകെയുള്ള വോൾട്ടേജ് Q1 ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഇൻ വോൾട്ടേജിന് താഴെ വരുന്നവരെ മാത്രമായിരിക്കും. ഇതോടെ ട്രാൻസിസ്റ്റർ Q1ന് റെസിസ്റ്റർ R2 വഴി ലഭിക്കുന്ന ഫോർവേഡ് ബയാസ് ഫലത്തിൽ വരികയും ട്രാൻസിസ്റ്റർ Q2 കണ്ടക്ട് ചെയ്ത് തുടങ്ങുകയും Q1 ഓൺ അവസ്ഥയിലേക്കും അതുവഴി Q2 ഓഫ് അവസ്ഥയിലേക്കും തിരിച്ചു വരുന്നതുമാണ്. വീണ്ടും ഒരു ട്രിഗർ പൾസ് നൽകുന്നതുവരെ ഈ അവസ്ഥ നിലനിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഒരു ട്രിഗർ പൾസ് സ്വീകരിക്കുകയും ഔട്ട്പുട്ടിൽ ഒരു സ്ക്വയർ വേവ് നൽകുകയും ചെയ്യുന്നതാണ്. Now capacitor C1 start to discharge through R2. When the voltage across C1 reaches the cut-in level, the forward bias provided by the resistor R2 brings Q1 into conducting mode and hence Q2 into cutoff. Now this circuit has come back to the stable state. For further change of state, again a trigger pulse is required to be applied. Thus, a monostable multivibrator delivers a square wave at the output for each input trigger pulse. Q1, Q2 ട്രാൻസിസ്റ്ററുകളുടെ കളക്ടർ വോൾട്ടേജ്, ബേസ് വോൾട്ടേജ് വേവ് ഫോമുകൾ ഇവിടെ ചിത്രം ബിയിൽ കാണിച്ചിരിക്കുന്നു. ഫിഗർ ബി ഷോസ് ദി വേവ് ഫോംസ് അറ്റ് ദി ബേസ് ആൻഡ് കളക്ടർ ഓഫ് Q1 ആൻഡ് Q2 ഓഫ് മോണോസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇവിടെ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് Q1 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലും Q2 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലുമായിരിക്കും. ഈ സമയം Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഫോർവേഡ് ബയാസ് അവസ്ഥയിലും Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസ് റിവേഴ്സ് ബയാസ് അവസ്ഥയിലുമായിരിക്കും. എന്നാൽ
ട്രിഗർ പൾസ് കൊടുക്കുന്നതോടെ Q1 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്കും Q2 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലേക്കും മാറുന്നതാണ്. ഇതിനുശേഷം കപ്പാസിറ്റർ C1 ഡിസ്ചാർജ് ചെയ്ത് അതിന് കുറുകെയുള്ള വോൾട്ടേജ് Q1 ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഇൻ വോൾട്ടേജിനേക്കാളും താഴെ വരുമ്പോൾ Q1 ട്രാൻസിസ്റ്റർ വീണ്ടും ഓൺ സ്റ്റേറ്റിലേക്കും Q2 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്കും മടങ്ങുന്നതാണ്. ഈ സമയം ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന സ്ക്വയർ വേവിന്റെ സമയദൈർഘ്യം 0.694 R2 C1 എന്നായിരിക്കും. The duration of the output pulse is given by T is equal to 0.69 R2 C1. Next, applications of monostable multivibrator. Adjustable pulse width generator, uniform width pulse generation from variable width pulse train, clean sharp pulse generation from distorted pulses, and time delay unit. ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ സാധ്യമായ രണ്ടവസ്ഥയിലും സ്ഥിരമായി നിൽക്കുന്ന രൂപത്തിലുള്ള, അതായത് രണ്ട് സ്ഥിരാവസ്ഥയുള്ള മൾട്ടി വൈബ്രേറ്ററുകളെയാണ് ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററുകൾ എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് ഏത് അവസ്ഥ നിലകൊണ്ടിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തുടരുന്നതായിരിക്കും. എന്നാൽ പുറമേ നിന്നും അനുയോജ്യമായ രീതിയിൽ ട്രിഗർ പൾസ് നൽകി ഈ അവസ്ഥ മാറ്റി രണ്ടാമത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വീണ്ടും ഒരു ട്രിഗർ പൾസ് നൽകുന്നതുവരെ സർക്യൂട്ട് പുതിയ അവസ്ഥയിൽ തുടരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ട്രിഗർ പൾസ് നൽകുമ്പോൾ ഒരവസ്ഥയിൽ നിന്ന് രണ്ടാമത്തെ അവസ്ഥയിലേക്കും, അടുത്ത ട്രിഗർ പൾസ് നൽകുമ്പോൾ തിരിച്ച് ആദ്യത്തെ അവസ്ഥയിലേക്കും മാറ്റാൻ സാധിക്കുന്നത് കൊണ്ട് ഈ സർക്യൂട്ടിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് എന്നും പറയാറുണ്ട്. ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ ഹാസ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്. It will remain in whichever state it happened to be until a trigger pulse causes it to switch to the other state. Another trigger pulse is then required to switch the circuit back to its original state. Since one trigger pulse causes the multivibrator flip from one state to another state, and the next pulse causes it to flip back to its original state, bistable multivibrator is also called flip-flop circuit. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് സജ്ജീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റ് മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ടിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കപ്പാസിറ്ററിന് പകരം റെസിസ്റ്റർ ഉപയോഗിച്ചാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ കലക്ടറിൽ നിന്നും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കപ്ലിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ Q1, Q2 എന്നിവ സമാന സ്വഭാവവിശേഷണമുള്ള ട്രാൻസിസ്റ്ററുകളും RC1, RC2 എന്നിവ തുല്യ മൂല്യമുള്ള റെസിസ്റ്ററുകളുമാണ്. സർക്യൂട്ടിലെ R3, R4 എന്നീ റെസിസ്റ്ററുകൾ ട്രാൻസിസ്റ്ററുകൾക്ക് DC ബയാസിംഗ് നൽകുന്നതിന് വേണ്ടി ഉള്ളതാണ്. ഇവിടെ C1, C2 എന്നീ കപ്പാസിറ്ററുകൾ Q1, Q2 എന്നീ ട്രാൻസിസ്റ്ററുകളുടെ ബേസിലേക്ക് ട്രിഗർ പൾസ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. The circuit arrangement of a bistable multivibrator is shown in figure A. It consists of two identical transistors Q1 and Q2 with equal collector resistors RC1 and RC2. In the circuit, the feedback is coupled through R1 and R2. Resistors R3 and R4 provide necessary biasing to the transistors. പവർ ഓൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ നേരത്തെ കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. Q1 നേരത്തെ കണ്ടക്ട് ചെയ്യുന്നു എന്ന് കരുതിയാൽ Q1 ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ അവസ്ഥയിലേക്കും Q2 ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഓൺ സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു നെഗറ്റീവ് പൾസോ, ഓഫ് സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് ട്രിഗർ പൾസോ നൽകുന്നതുവരെ ഈ അവസ്ഥ തുടരുന്നതായിരിക്കും. When the circuit is switched on, one transistor, say
Q1 will start conducting slightly ahead the other due to some difference in the characteristics. This will drive the conducting transistor Q1 to saturation and Q2 to cutoff in the same way as described for astable multivibrator. This is the first stable state of the circuit. The circuit will remain in this state till an external trigger pulse is applied as negative pulse to the base of Q1, that is transistor in on state, or positive pulse to the base of Q2, that is transistor in off state. ഇവിടെ Q2 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് നൽകുകയാണെങ്കിൽ Q2 ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയാസിലേക്ക് വരുന്നതും അത് കണ്ടക്ട് ചെയ്യുന്നതും അതുവഴി Q2 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലേക്കും Q1 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്കും എത്തിച്ചേരുന്നതാണ്. Suppose a positive pulse is applied to the base of Q2, it will drive the transistor Q2 to saturation and Q1 to cutoff. The circuit remains in this new state until further trigger pulse is applied. ഇവിടെ Q2 on Q1 off എന്ന അവസ്ഥ അടുത്ത ട്രിഗർ പൾസ് നൽകുന്നത് വരെ തുടരുന്നതായിരിക്കും. ഒരു ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിലെ Q1 Q2 ട്രാൻസിസ്റ്ററുകളുടെ കളക്ടർ വോൾട്ടേജ് വേവ് ഫോം ചിത്രം ബിയിൽ കാണിച്ചിരിക്കുന്നു. ഇതിൽ Q1 ഓഫ് Q2 ഓൺ എന്ന അവസ്ഥയിൽ Q1 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VCCയോട് തുല്യവും Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് 0 അടുത്ത ഒരു മൂല്യത്തിലുമായിരിക്കും. ഈ സമയത്ത് ഓഫ് ട്രാൻസിസ്റ്റർ, അതായത് Q1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് നൽകുമ്പോൾ Q1 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലേക്കും Q2 ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്കും മാറുന്നതാണ്. ഇതിനുശേഷം ഓൺ ട്രാൻസിസ്റ്റർ Q2 ബേസിലേക്ക് ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് നൽകുകയാണെങ്കിൽ Q1 ട്രാൻസിസ്റ്റർ ഓഫ് അവസ്ഥയിലേക്കും Q2 ട്രാൻസിസ്റ്റർ ഓൺ അവസ്ഥയിലേക്കും തിരിച്ചു വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ കലക്ടറിൽ നിന്നും ലഭ്യമാകുന്നത് ഡിസ്റ്റോർഷൻ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. The waveform of collector voltages of Q1 and Q2 transistors of a bistable multivibrator are shown in figure B. Here the output of bistable multivibrator will be distortion-free square wave. Next, applications of bistable multivibrator: frequency divider in timing circuits, memory elements in shift registers, counters, etc. Symmetrical square wave generators with regular triggering pulse input. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.